കാളിനെ കാണാൻ എവിടെ പോന്ന്? കാവില്. മന്നമ്പുറത്ത് കാവില്. ആ പോയിട്ട് വരാറാ. ഓക്കെ കാളിനോട് നീ ഒന്ന് പറയല്. ഒന്ന് പറയല് നീ കാളിനോട്. രക്ഷിക്കണേ. പിന്നെന്ന് പറയല്? അസാറില്ല. പിന്നെന്ന് പറയല്? പൈതങ്ങളെയാ പൈതങ്ങളെയും തെയ്യാ പറയണ്ട നമ്മളോട്. പൈതങ്ങളെ തെയ്യ എങ്ങനെ പറയല്? ഗുണം വരണം പൈതങ്ങളെ അത് പറയും. പിന്നെ കാളിനോട് നീ എന്ന് പറയല്? കാളിനോട് നീ എന്ന് പറയല്? മുമ്പ് വരുത്തല്ലേ. അത്ര മാങ്ങ എൻ്റെ അമ്മ. നമുക്ക് മാങ്ങ പറിച്ചാലോ? തരുമോ? ഇപ്പൊ കാവിലെത്തും കണ്ട കാട് പോലെ. ആദ്യമായിട്ടാണ് ഞാനും പെപ്പ ഒറ്റക്ക് നീലേശ്വരം നാട്ടിൽ ഇറങ്ങുന്നത് തോന്നുന്നു എനിക്ക്. 4 വർഷത്തിനിടയിൽ ഞാൻ അപ്പോൻ്റെ കൂടെ മാത്രമേ ഈ പരിസരത്തേക്കെല്ലാം വന്നിട്ടുള്ളൂ. ഇത് പെപ്പി ഇത് അമ്പലത്തിൽ പോകണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ഞാൻ ഒറ്റക്ക് വന്നതാണ് ഗൈസ്. കാവിലി ആരെ കാണാൻ കാവില്? അച്ഛൻ അപ്പുറത്തുണ്ട്. നമ്മ ആരെ കാണാൻ പോന്ന് പറ? കാളീന പടിയേ കരിങ്കളി പടിയേ. സ്കൂൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്പോട്ടനടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടെല്ലാം കുറച്ച് അയിലെല്ലാം കറങ്ങി. വവ്വാലുണ്ടാവും കുറേ. അതിലേ വരുന്നേ പുലിയാ? എവിടെ പുലി? പോയടാ തള്ളി മറിക്കല കേട്ടോ. അമ്പലത്തിൽ നിന്നെങ്കിലും തള്ളാണ്ടിക്ക്. തള്ളി മറിക്കല്ല കേട്ടാ. അമ്പലത്തിൽ നിന്നെങ്കിലും തള്ളാണ്ടിക്ക് കേട്ടാ. മൈൻഡെല്ലാം റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. പെപ്പ കുറേ നേരം കളിച്ചു. ഞാനിങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും അങ്ങനെ ഒരു ശാന്തമായ അന്തരീക്ഷം. അതാണ് ഇട. കാട് 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 കാട്. നമ്മ കാട്ടിലെത്തി ഗൈസ്. ഒരു 10 മണിയാകുമ്പോൾ കപ്പോട്ടം വന്നു. പിന്നെ വീണ്ടും കാവിലേക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പോയി. ഓക്കെ പറ ബായ് പറ. ഓക്കെ ബായ് പറ. അപ്പോണ്ടപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ ചായ കുടിക്കൽ മെയിനാണ് കേട്ടോ. അയാൾ ചായ കുടിപ്പിക്കും. അപ്പം നമ്മൾ നീലേശ്വരം മാർക്കറ്റിൽ വസന്ത് വിഹാറിലേക്കാണ് പോയത്. ഇവിടെ ചായ കുടിക്കാൻ കയറിയല്ല മെയിൻ സാധനം നെയ്റോസ്റ്റാണ് കേട്ടോ. ഞാനിത് മാത്രമേ ഓർഡർ ചെയ്യലുള്ളൂ. പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ ബൈ.